കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് മാഡത്തിന് എവിടെ കണ്ടുമുട്ടിയത്? ഇല്ല, ഞാൻ ഫുൾ ടൈം നഴ്സായിട്ടായിരുന്നു. സംസ്കാര വേദി 77-ലാണ് ഞാൻ ജോലിന് പുറത്തു വന്നത്. പക്ഷെ അന്ന് കാലത്ത് അങ്ങനെ പ്രേമമൊന്നും വളരെ നിശ്ചിതയായിരുന്നില്ലേ? പ്രേമിച്ച് കല്യാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ അതുകൊണ്ടല്ല, അവരും പ്രേമിച്ച് കല്യാണം കഴിച്ചത് തന്നെയാണ്. പക്ഷെ പാർട്ടി പ്രവർത്തനത്തിന് എന്നെ നഷ്ടപ്പെടും എന്നുള്ള അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ കുട്ടികളാവും, പിന്നെ കുടുംബമാവും, അപ്പോൾ വിപ്ലവ പ്രവർത്തനത്തിന് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഉള്ളൊരു വിഷമം. സാറിന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ ഓരോ ഫണ്ടമെൻ്റൽ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ അത് ഒരു ജനാധിപത്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു വീട്ടിൽ. വാദിക്കാനും എതിർക്കാനും. ഒരു 3 മാസം കല്യാണം കഴിഞ്ഞ് 3 മാസം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. 3 മാസം ചെറിയ പ്രശ്നമല്ലോ. അതെ അതെ. ഇപ്പോഴത്തെ കാലം നോക്കുമ്പോൾ 3 മാസമൊക്കെ പെട്ടെന്നാണ്. അല്ല, അതിനുശേഷം അത് കഴിഞ്ഞ് കാരണം അവർ വളരെ നല്ല ആളുകളായിരുന്നു. അതന്നേ തിരിച്ചറിവുള്ളത് കൊണ്ട് വളരെ കൃത്യമായി മാനേജ് ചെയ്തിട്ട് 3 മാസം കൊണ്ട് തന്നെ എനിക്ക് വിട്ടു പോകാനും പിന്നെ ഒരു 4-5 മാസം കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി രണ്ടാമതായി തീരാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗാർഗി ജനിച്ചോട് കൂടിയിട്ട് അത് പരിപൂർണമായി കൊച്ചുമക്കൾ വരുമ്പോൾ എല്ലാം. ശരിക്കും മകള് ഗാർഗി ഏകദേശം എന്താ ചെയ്യണേ? ഞാൻ പഠിക്കാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവള് NIT ജയ്പൂരിലായിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സായിട്ട്. പിന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് ലൈനിലൊന്നുമല്ല, ഇപ്പം എൻ്റെ ഫിലിം ലൈനിലാണ്. ഫിലിം എടുക്കണമെന്നോ അഡ്വർടൈസ്മെന്റ് ഫിലിമിന്റെ ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. സിനിമയുടെ കമ്പുള്ള ആളാണല്ലേ? നമ്മള് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അങ്ങനെ സിനിമ കൊണ്ട് കാണാൻ അതിന്റെ ഒരു രണ്ടുപേരുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്താണ്? സിനിമ ഇൻട്രസ്റ്റ് ഉണ്ട്. കഥ പറയുമ്പോൾ കണ്ടു. പിന്നെ അറബിക്കഥ ചില കണ്ടത്. പിന്നെ ഹലോ. മകൻ എന്ത് ചെയ്യുന്നു? മകൻ ലോക്ക് പഠിക്കുന്നു. നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കലൂരിലെ ബാർ കൗൺസിൽ നടത്തുന്ന. എൻ്റെ മക്കൾക്ക് ഒരു അമ്മയായിട്ട് എല്ലാ സംരക്ഷണവും സ്നേഹവും കൊടുത്തിരുന്ന എൻ്റെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയത്. തിരിച്ചെത്തുമ്പോൾ അങ്ങനെ കുട്ടികളും മിസ് ചെയ്യാറുണ്ടല്ലോ? രണ്ടുപേരും ഉണ്ടാവാറുണ്ട്, മിസ് ചെയ്യാറുണ്ട്. വീട്ടിൽ ഇങ്ങനെ ശൂന്യത ഫീൽ ചെയ്യാറുണ്ട്. അമ്മയുള്ളപ്പം പിന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മ പോയതോട് കൂടിയിട്ട് വീട് ശൂന്യമായിട്ട് തോന്നാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് മോളുടെ മാരേജ് കഴിഞ്ഞു, എൻ്റെ റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളുടെ ഹസ്ബൻഡും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം അവരെവിടെ സെറ്റിൽ ചെയ്തിട്ടില്ല. ഇതെന്റെ അമ്മയുടെ പെയിന്റിങ്സ് ആണ്. ഈ ചുമരുമ്പിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാന ഘട്ടത്തിലാണ് ഇതിലേക്കൊക്കെ ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമായിരുന്നു അമ്മ. ഒരു മാഷ് വന്ന് പഠിപ്പിക്കും. മാഷ് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, മുകുന്ദനുണ്ണി മാഷ്. എനിക്കറിയില്ല, എനിക്ക് അതിനും ടൈം കിട്ടുന്നില്ല. പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ ഈ സൗണ്ട് വെച്ചിട്ട് ഇപ്പൊ പാടാനൊന്നും പറ്റില്ല. പിന്നെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണ്? സിനിമകള് കാണാറുണ്ട്. എന്റെ ഹസ്ബൻഡ് ഞാനും കൂടി മിക്കവാറും പോകും. പിന്നെ മലയാളമാണ് കൂടുതലും. പിന്നെ ചില തമിഴൊക്കെ കാണാറുണ്ട്. തമിഴ് മറ്റേ ഇയാളുടെ മണിരത്നത്തിന്റെ അത് കാണാറുണ്ട്. പിന്നെ ചില ഹിന്ദി കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ചില ഹിന്ദി. എനിക്ക് ഇന്ത്യയിലും പ്രശ്നമില്ല. തമിഴാണെങ്കിൽ തീരെ മനസ്സിലാവത്തില്ല. നല്ല സിനിമകൾ വരുന്നുണ്ട്. എനിക്ക് പാചകം ഇഷ്ടമാണെന്ന് വെച്ചാല് ഇഷ്ടമല്ല യഥാർത്ഥത്തിൽ. ഇപ്പം 5-6 കൊല്ലമായിട്ട് ഞാൻ പാചകമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നേരത്തെ ചെയ്യാറുണ്ട് പാചകമൊക്കെ. എല്ലാം മിനിമം പാചകമൊക്കെ അറിയാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ വിഭവങ്ങളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ദോശയും ഇഡ്ഡലിയും വെള്ളയപ്പവും. കോഴിക്കോടാന്ന് പറയുമ്പോ ആദ്യം ആലോചിക്കുക ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് വരെ എത്തിയിട്ടില്ല ഞാൻ, ബിരിയാണി എത്തിയിട്ടില്ല. പിന്നെ പായസം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ പാചകത്തിന് സമയം കിട്ടുന്നതിന് കുറവായിരിക്കും. ഇല്ല, സമയം കിട്ടില്ല. അങ്ങനെ ടയേർഡായിരിക്കും ഇവിടെ വരുമ്പോ.